ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് കുറച്ച് പുതിയ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ ഫ്രൈഡേയ്സും ജുമാക്ക് ശേഷമാട്ടോ ഞങ്ങൾ ക്ലിനിക്കിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മക്കളെ മദ്രസയിലും സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണികൾ തീർക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെ ആട്ടോ ഷെഡ്യൂൾ ചെയ്യാറ്. അപ്പോൾ അന്ന് അവരെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മോളിലേക്കാണ്. ഹൈലൈറ്റ് മോളിൽ എന്താ കാര്യം എന്ന് ഞാൻ പറയാട്ടോ. 2023 ജൂലൈ 8 ഞങ്ങൾ 3 പെൺകുട്ടികളും കൂടെ സൂറത്തിലേക്ക് ട്രെയിൻ കയറി. ഞങ്ങളൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയതാട്ടോ. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാർട്ട്നേഴ്സ് അവർ രണ്ടുപേരും ഹോം മേക്കേഴ്സാണ്. അവരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അവരുടെ ഫാമിലി ഇല്ലാണ്ട് അവർ ട്രാവൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കുറച്ച് എവിടേക്കോ ഒരു പേടിയും രണ്ടാൾക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് ആട്ടോ. മോസ്റ്റ്ലി സൽവാർസ് ആൻഡ് കഫ്താൻസ്. ആദ്യമൊക്കെ ഞങ്ങൾ കാലിക്കറ്റും അതുപോലെ കൊച്ചിയിലൊക്കെ എക്സിബിഷൻസിൽ സ്റ്റോൾസൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രോഡക്റ്റ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെ ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെ വരുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ്സ് വാങ്ങിക്കും. അപ്പോൾ അത് കൂടാണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈലൈറ്റിലെ വാവ് എന്ന് പറഞ്ഞത് വേൾഡ് ഓഫ് വുമണിൽ ഞങ്ങൾക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്, ഒരു 2 ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങളെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അന്ന് നമുക്ക് കുറച്ച് റീഫിൽ ചെയ്യാണ്ടായിരുന്നു. ഇതൊക്കെ അടുത്ത് വരികയാണ്. ഞാൻ കാലിക്കറ്റ് തന്നെ ആയതുകൊണ്ട് ഏറ്റവും കൺവീനിയൻ്റ് എനിക്കാട്ടോ. പിന്നെ ഒരാൾ കക്കാടും അടുത്ത ആൾ വളാഞ്ചേരിയാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് ദൂരമാണ്. എന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ 3 പേരും ഹൈലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്ത് ഞങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ 3 പേരും ഏകദേശം 2-2.5 മാസം കഴിഞ്ഞിട്ടാട്ടോ മീറ്റ് ചെയ്യണത്. വെക്കേഷൻ, നോമ്പ്, പെരുന്നാളൊക്കെ ആയപ്പോൾ ഞങ്ങൾ 3 പേരിതിൽ ഒരാൾ മാത്രമായിരുന്നു കേട്ടോ ആ സമയത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞങ്ങൾ 2 പേരും സൗദിയിൽ പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇത്ര ഒരു ലോങ് ഗ്യാപ്പ് എടുത്തത്. പാർട്ട്നേഴ്സ് എന്ന് പറയുമെങ്കിലും അവർ 2 പേരും എനിക്ക് സിസ്റ്റേഴ്സിനെ പോലെ കേട്ടോ. അതാണ് നമ്മൾ 3 പേരും തമ്മിലുള്ളൊരു ബോണ്ട്. നമ്മൾ 3 പേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്ട്രെങ്ത്താണ് ഫീൽ ചെയ്യാറ്. ഇവിടെ പോകാനും എന്ത് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ധൈര്യം കേട്ടോ. 2023 സൂറത്തിൽ പോയതിന് ശേഷം പിന്നെ 2024 ജനുവരിയിൽ ഞങ്ങൾ 3 പേരും കൂടെ ജയ്പൂരിലേക്കും പോയിട്ടോ. അതൊക്കെ ഞങ്ങളുടെ മെമ്മറബിൾ എക്സ്പീരിയൻസസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിൽ 2nd ഫ്ലോറിലാണ് വാവ് വരുന്നത്. വാവ് ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ആട്ടോ. ഞങ്ങളെ ബ്രാൻഡിനെ പോലെ തന്നെ വേറെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഡ്രസ്സുകൾ വെറുതെ വീട്ടിൽ വെക്കണ്ടല്ലോ, പകരം ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് എടുത്തിട്ട് ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്താൽ നമ്മളെ ബ്രാൻഡിന് അതൊരു പ്രമോഷൻ ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ അതൊരു നല്ല ഡിസിഷനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ്സും അതുപോലെ അവരുടെ ഡീലിങ്സും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ. അങ്ങനെ അവരെത്തുമ്പോഴത്തേക്കും ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹഗൻ മഗിൽ കയറി. രാവിലെ തന്നെ ആയതുകൊണ്ട് അവരുടെ എല്ലാ ഐറ്റംസ് ഒന്നും ഡിസ്പ്ലേയിലായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കൊറിയൻ ചിക്കൻ ആൻഡ് ചീസ് ബണ്ണാട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ക്യാപ്പച്ചിനോ. പിന്നെ ഞങ്ങൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം മീറ്റ് ചെയ്യാനായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കുറച്ചധികം പണികളുണ്ട് കേട്ടോ. കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാണ്ട്, പിന്നെ 2-3 പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തിട്ടോ. ഐറ്റം ഒരു രക്ഷയില്ല, അടിപൊളി, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ളൊരു ചിക്കൻ ബണ്ണായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 2 പേരും ഒരെണ്ണേ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ക്യാപ്പച്ചിനോ ആണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ ക്യാപ്പച്ചിനോ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഹഗൻ മഗിലെ ക്യാപ്പച്ചിനോ ഒക്കെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. ആ ക്യാപ്പച്ചിനോ ചൂടാറിയാലും അത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ കൊറിയൻ ബൺ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബൈറ്റ് റിസ്വാൻ ഖാനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. റിസ്വാൻ ഖാൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അൾട്രാ സോഫ്റ്റ് ബണ്ണിൻ്റെ ഉള്ളിൽ ക്രീമി ആയിട്ടുള്ള ചീസും ചിക്കനും. അങ്ങനെ കോഫിയും ബണ്ണും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കോൾ വന്നു. അവർ 2 പേരും വാവിൽ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിസ്വാൻ ഖാൻ്റെ അടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാൻ നേരെ വാവിലേക്ക് പോയി. നമ്മുടെ സ്വന്തം ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നൊരു ഫീൽ ആട്ടോ വാവിലേക്ക് പോകുമ്പോൾ.
കാരണം അവിടുത്തെ സ്റ്റാഫും അവർക്ക് നമ്മളോടുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ 2 പാർട്ട്നേഴ്സ്. സച്ചു അവിടെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. ഷെബ്രി നമ്മുടെ റാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ കളക്ഷൻസ് മിക്കവാറും വരുന്നത് പ്യുവർ കോട്ടണിലാട്ടോ. പ്യുവർ കോട്ടൺ വിത്ത് കോട്ടൺ പാൻറ് ആൻഡ് കോട്ടൺ ദുപ്പട്ടാണ് ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ അതിൽ കുറച്ച് പാർട്ടി വെയർസും ഉണ്ട്. നമ്മളെ കൊടുക്കുന്ന കാഷ്വൽ വെയർസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള, അതായത് നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ഇടാൻ മാത്രമല്ല, നമുക്കൊരു ഓഫീസ് ജോബിന് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല പ്രിൻ്റുകളാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥയില്ലേ, ഭയങ്കരമായിട്ടുള്ള ചൂടും അതുപോലെ ഹ്യൂമിഡിറ്റി, അതിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് സാധാരണ കോട്ടൺ ചുരുങ്ങണ പോലെ ചുരുങ്ങി പോവേ അല്ലെങ്കിൽ കളറ് ഫെയ്ഡാവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഹൈലൈറ്റ് കൂടാണ്ട് നമ്മൾ എക്സിബിഷൻസിൽ പോകുമ്പോൾ സ്റ്റോൾ ഇടാറുണ്ട്. മാത്രമല്ല നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ. വീവേഴ്സ് ലോഞ്ച് 3 എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസൊക്കെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇഷ്യൂവും വരുന്നില്ല കേട്ടോ. ഹൈലൈറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സൈസ് ഏതാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം. അതല്ല നമുക്ക് നമ്മളെ സൈസ് ഏതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. സ്ലിറ്റഡ് സൽവാസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇച്ചിരി വണ്ണുള്ളവർ ഒരുപാട് പ്രിഫർ ചെയ്യുന്നത് എ ലൈൻസ് ആണ്. അതും നമ്മൾ ഈ ഞെറികളൊന്നും ഫ്രണ്ടിലും ബാക്കിലും ഞെറികളൊന്നും വരാത്ത ടൈപ്പ് എ ലൈൻസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായിട്ട് പോകുന്നുള്ളത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് വലിയ സൈസ് ആവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ്സ് കിട്ടൂല എന്നുള്ളത്. ഞങ്ങളുടെ കളക്ഷൻസിൽ നമുക്ക് എല്ലാ പാറ്റേണും മീഡിയം മുതൽ 3XL വരെ സൈസസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, ഇതിന് എത്ര റേറ്റ് വരുന്നുള്ളത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ നമ്മുടെ സൂട്ട്സ്. എല്ലാം ബിലോ 2000 ആണ് വരുന്നത്. അതായത് 1650, 750, 850, 950 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ശരിക്കും വർത്താട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെസ്റ്റ് സെല്ലിങ് കഫ്താൻസ്. പക്ഷേ ഞങ്ങൾ കഫ്താൻസ് അത്ര ഡിസ്പ്ലേ ചെയ്യാറില്ല ഹൈലൈറ്റിൽ. കഫ്താൻസ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യാറ് എക്സിബിഷൻസിന് പോകുമ്പോഴാണ്. അഗെയിൻ കഫ്താൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ കഫ്താൻസ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് NRIs ആട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ബഡ്ജറ്റുമാണ് അതിനുള്ള മെയിൻ റീസൺ. നമ്മളെ കഫ്താനിന് ആകെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1199 മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റാക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ മുകളിൽ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കുറേ കണക്കുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല കേട്ടോ ഉദ്ദേശം, ഈറ്റിംഗ്, ഡ്രിങ്കിങ് ആൻഡ് കണക്കെഴുതൽ. അങ്ങനെ ആദ്യം സച്ചു പോയിട്ട് കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി മാംഗോ ലസ്സിയും 2 കരിമ്പ് ജ്യൂസുമാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. ഞങ്ങൾ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സച്ചു എൻ്റെ കസിൻ സിസ്റ്ററാണ്. അതായത് എൻ്റെ അങ്കിളിൻ്റെ മോളാണ് സച്ചു. സച്ചുവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഷെബ്രി. പിന്നെ ഞാനും ഷെബ്രി ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെബ്രി എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആവുന്നതിൻ്റെ മുന്നേ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ കണക്ഷൻ സെറ്റ് ആയതെന്ന്. അങ്ങനെ ഞങ്ങൾ കണക്കെഴുതൽ തീർന്നില്ല, പക്ഷേ ജ്യൂസ് തീർന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു ഫേമസ് ലൂസിയാന ചിക്കനിൽ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടുന്ന് നമ്മൾ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കണക്കെഴുത്ത് തുടർന്നു കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പേരും ഇങ്ങനെ കൂടുന്നതും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് ഒരുമിച്ച് കഴിക്കണമൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാട്ടോ. നമ്മൾ ഡിസ്കഷൻസിൽ ബിസിനസ് മാത്രമല്ല കേട്ടോ, വേറെ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും അതുപോലെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്ത് ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലോടും സംസാരിക്കാനും അതുപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൈപിടിച്ച് നമ്മളെ പൊക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങളെ കണക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്
നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടാട്ടോ തിരിച്ചു പോവുക. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പ് ശ്രദ്ധിച്ചത്. ഇത് അധികമായിട്ടില്ല തുടങ്ങിയിട്ട്, അവർ 1 മന്ത് ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ പുറത്തുനിന്നേ നോക്കുമ്പോൾ. അവിടെ ഫുൾ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. മാത്രമല്ല ഞങ്ങൾ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി അവളുടെ അടുത്ത് നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു വീവിങ് മെഷീൻ ഉണ്ട്. അങ്ങനെ അതിൽ വീവ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടത്. ഇങ്ങനെ വീവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടാട്ടോ ഇവിടെ പല സാധനങ്ങളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നല്ല ബേബി ഡ്രസ്സസ് ഉണ്ട്, പിന്നെ അതുപോലെ ഹാൻഡ് ടവൽസ്, ബാത്ത് ടവൽസ്, പിന്നെ ടേബിൾ മാറ്റ്സ്, ബെഡ്ഷീറ്റ്സ്, അതുപോലെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ കുർത്തീസ്, കോട്ട് സെറ്റ്സ്, പിന്നെ കുട്ടി കുട്ടി പേഴ്സുകൾ, പിന്നെ സ്ലിംഗ് ബാഗ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കണ്ടുട്ടോ. അവർ ഇതുപോലെ ഡ്രസ്സുകളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അന്നത്തെ മീറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോയി. അവിടെ റിസ്വാൻക്ക് എന്നെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജുമൊക്കെ ഹൈലൈറ്റ് തന്നെ കേട്ടോ കൂടിയത്. ഉച്ചയ്ക്ക് ശേഷം ക്ലിനിക്കിൽ പോകേണ്ടതായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ കയ്യിലൊരു വെയിറ്റുള്ള കവറുണ്ട് കേട്ടോ. അത് സച്ചു റിയാദിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ വീട്ടിലെത്തിയ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നല്ല മഴക്കാറ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് ആ പണി ലാഭമായി കിട്ടിയെന്ന്. എല്ലാവരും ചെയ്ത പോലെ തന്നെ കൊറോണൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായപ്പം എനിക്ക് അത്ര അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാതായി. പിന്നെ നോക്കാൻ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നിലത്തേക്ക് കുഴിച്ചിട്ടു. ആദ്യമൊക്കെ കറക്റ്റ് സമയത്തിന് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ നനക്കാനുള്ള സമയം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. പിന്നെ ഞാൻ വേഗം ഉള്ളോട്ട് കയറിയിട്ട് സച്ചു തന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാനിരുന്നപ്പോൾ വിചാരിച്ചു അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെയും കാണിക്കാമല്ലോ എന്ന്. ഇതിൽ ഞാൻ 1-2 സാധനം സച്ചുവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൊണ്ടുതരണമെന്ന്. അത് നമ്മൾ നാട്ടിൽ കിട്ടാത്ത 1-2 സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അങ്ങനെ ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു മുസല്ല കേട്ടോ. ഇത് ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരുപാട് ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. മേ ബി എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റായിട്ട് കിട്ടാനായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വിധി. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു ചെറിയ ബാഗിൽ, അതൊരു സ്ലിംഗ് ബാഗാണ്. ഈ മുസല്ലൻ്റെ അതേ മെറ്റീരിയലിൽ വരുന്നൊരു ബാഗാണ്. അതിനൊരു ഹാൻഡിലുണ്ട് ആ ബാഗിന്. പിന്നെ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മുസല്ല. നമ്മളെ നാട്ടിൽ എന്തായാലും ഇത് കിട്ടില്ല. പിന്നെ അതിലുണ്ടായിരുന്നത് ഒരു നൈറ്റി ആട്ടോ. ഇത് കോട്ടൻ്റെ നൈറ്റി അല്ല, ഇത് വേറൊരു മെറ്റീരിയലാണ്. ഈ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതാ ഒരു നല്ലൊരു അടിപൊളി പെർഫ്യൂം ഉണ്ടായിരുന്നു അതിൽ. എനിക്ക് പൊതുവേ ഈ പെർഫ്യൂംസിനോട്, പിന്നെ അതുപോലെ ബോഡി സ്പ്രേ, ബോഡി സ്പ്ലാഷസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ പെട്ടതാട്ടോ. പിന്നെ ഇതാ ഒരു സ്റ്റോൺ ബാങ്കിൾ, അതായത് ഒരു ബ്രേസ്ലെറ്റ് ബാങ്കിളാണ്. ഞാനങ്ങനെ ഒരുപാട് ആക്സസറീസ് ഒന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഇഷ്ടപ്പെട്ട ബാങ്കിൾസ് വെയർ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ചെയിൻസോ ഇയറിങ്സോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങുന്ന എല്ലാ സാധനങ്ങളും അത് ഞാൻ മാത്രമല്ല ഉപയോഗിക്കാറ് കേട്ടോ. അത് അജുവക്കും അസക്കൊക്കെ ഞാൻ വേറെ ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് അതേപോലെ തിരിച്ച് എന്നെ ഏൽപ്പിക്കണം എന്നുള്ളൊരൊറ്റ കണ്ടീഷൻ. ഇതാണ് കേട്ടോ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച സാധനം. സിറാവേൻ്റെ മോയ്സ്ചറൈസറും സിറാവേൻ്റെ ഒരു ക്ലെൻസിങ് ലോഷനും. ഇത് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാറുണ്ട്?
ചിലർക്ക് ഇത് എന്താന്ന് തന്നെ മനസ്സിലാവുണ്ടാവില്ല അല്ലേ? നിങ്ങളെല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാനൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ. ഇതിനങ്ങനത്തെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഇത് 2 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നും പിന്നെ ഒന്ന് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നും. ഇതിൻ്റെ തന്നെ ക്ലെൻസറും ഉണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ഷെബ്രി തന്നതാട്ടോ. അവരൊരു അച്ചാറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചിക്കൻ അച്ചാറുണ്ട്, അവരുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള അച്ചാറാണ്. അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ലഞ്ച് കഴിക്കുമ്പോൾ ആ ചിക്കൻ അച്ചാറും കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.